ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കുഞ്ഞാപ്പി ജനിച്ച് 14ാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ അവൻ്റെ മുടിയൊക്കെ കളഞ്ഞത്. അപ്പോൾ ആ ഒരു സെയിം ഡേ ഞാൻ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമുക്കെല്ലാവർക്കും ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. കാരണം ആളിതാ നമ്മുടെ ചെക്കന് പകൽ ഉറങ്ങണ പണിയാണ്, രാത്രി കണ്ണും കാട്ടിയിരിക്കും. സോ ഓരോരുത്തരായിട്ട് മാറി മാറി നോക്കലാണ്. അപ്പോൾ രാവിലെ എണീക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ താനെ അങ്ങ് എണീക്കും ഇവൻ്റെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട്. കിച്ചണിൽ കയറി കാര്യമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം എനിക്കുള്ള ഫുഡ് മാത്രമല്ല, കൂടെ നിൽക്കുന്നവർക്കുള്ളതും കൂടെ അവർ കൊടുന്ന് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇന്നിപ്പോൾ മുടി കളയാൻ നമ്മുടെ ഒത്താനും കൂടെ വരുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളെടുത്ത് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തട്ടിക്കൂട്ടുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മുടെ തമ്പനയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴേലൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുന്ന് വെച്ചതായിരുന്നേ. അപ്പോൾ അനിയത്തി അതൊക്കെ കഴുകി ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓട്ടപാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള പാത്രത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ ചിക്കൻ കറിയുടെ പരിപാടിയിലാണ് കേട്ടോ. ആദ്യം തന്നെ അതങ്ങ് മുളകിട്ടെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തേങ്ങ വറുത്തരക്കണമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മുളകിട്ട ഒരു ചിക്കൻ കറി, അത് മാത്രമാണ് നമ്മുടെ പ്ലാന്. പൊടികളൊക്കെ നമ്മളിതാ ഇങ്ങനെ പാക്കറ്റിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സെപ്പറേറ്റ് ബോട്ടിലിലോ കാര്യങ്ങളിലോ ഒന്നും ആക്കിയിട്ടില്ല. കാരണം നമ്മളതൊക്കെ ഒരു ബോട്ടിലൊക്കെ ആക്കി എല്ലാം അങ്ങ് റെഡിയാക്കി വരുമ്പോഴേക്ക് നമുക്ക് പോകാനുള്ള സമയവും ആവും. അപ്പോൾ ആദ്യം തന്നെ അതിനൊന്നും മെനക്കെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറീനെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് കാടമുട്ട അങ്ങ് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളത് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊരു മസാലയൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ടൊക്കെ ഉള്ള പൊറാട്ടയും പത്തിരിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതായത് നമ്മുടെ ഒത്താനെയും വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് അങ്ങനെ വാങ്ങിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കാടമുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ചിക്കനും കൂടെ മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സമയം ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണിത്. അതായത് കറക്റ്റ് 6 മണിയാകുമ്പോഴേക്കും തന്നെ അവർ എനിക്കുള്ള ഫുഡ് കൊടുന്ന് തരും. പഴം പുഴുങ്ങിയതും കാടമുട്ടയും പാലും ഒക്കെ കൊടുന്ന് തരും. അങ്ങനെ ഞാനതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നത് അനിയത്തി. കൃത്യം 7:30 ആകുമ്പോഴേക്ക് തന്നെ അവർ മുടി കളയാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് തന്നെ സെറ്റാക്കി എടുക്കുവാണ്. നമ്മുടെ നിഷുക്കുട്ടനൊക്കെ ഇതാ നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞാപ്പി പിന്നെ പറയണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞതാ പകൽ നേരം വെളുത്തു ആൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സമയമായപ്പോഴേക്ക് ഞാനിതാ കുളിക്കാനും തേക്കാനൊക്കെ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഞാൻ തിരിച്ച് വന്നപ്പോഴേക്ക് ഇവിടെ മുടി കളയണ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു ചെറുക്കനൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതായത് അവൻ്റെ തലമ തൊടുക എന്ന് പറയുന്നത് അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്കത് ഓൾറെഡി ബോധ്യമായ കാര്യമാണ് കേട്ടോ. അവനെ കുളിപ്പിക്കാനും അതേപോലെ തന്നെ എണ്ണ തേക്കാനൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ടച്ച് ചെയ്യുന്ന ടൈമിൽ, അതായത് തലമ്മൽ ടച്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കര സീനാക്കും. പ്രത്യേകിച്ച് ദേഹത്ത് തൊടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇന്നങ്ങനെ കെട്ടുണ്ടാക്കും വേണ്ട, 1 മണിക്കൂർ വേണം. ആദ്യം മെഷീനൊക്കെ വെച്ച് മുടി കളഞ്ഞതിന് ശേഷം ഇതാ ലാസ്റ്റ് കത്തിയൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ മുടി കളയുന്ന പരിപാടി അവിടെ ഐശ്വര്യമായിട്ട് തന്നെ സമാപിച്ചിട്ടുണ്ട്. നമ്മൾ ആ സമയം കൊണ്ട് തന്നെ അവർക്കുള്ള ചായയും കടിയൊക്കെ എടുക്കുവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു ചെറുക്കനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വന്നിട്ട് അങ്ങനെ എണ്ണ തേക്കാനും അങ്ങനെ ഒരുപാട് നേരം ഇരിക്കാനൊന്നും ഇല്ലല്ലോ. മുടി കളയുന്ന ദിവസം ജസ്റ്റ് അങ്ങ് കുളിപ്പിച്ചെടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ മുടിയൊക്കെ കളഞ്ഞ് നമ്മുടെ മുട്ട സൂപ്പ് ഇതവിടെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. രാസനാദിപ്പൊടി മുതിരന്തിട്ടേ ആകെ ചോപ്പ്. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ചതിന് ശേഷം നമ്മളും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനും അനിയത്തിയും ഉപ്പച്ചിയും കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ മുടി കളയൽ വിശേഷങ്ങളെ. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലേ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മുടി കളയലാണ് ഇതെന്ന് കേട്ടോ. അതായത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ചടങ്ങുകളൊന്നും വേണ്ടാന്ന് കരുതിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ മതി. എന്തായാലും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് റാഹത്തായിട്ട് തന്നെ നടന്നാൽ മതിയല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.